ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തുടങ്ങാം. രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ച സ്ത്രീകൾ അല്ലെങ്കിൽ ഉപദ്രവിച്ച സ്ത്രീകൾ മാത്രമല്ല അതിജീവിതകൾ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഒരുപാട് അതിജീവിതകളുണ്ട്, അവർക്കൊക്കെ നീതി ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം, മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പിന് മുൻപ് മാധ്യമങ്ങളോട് എനിക്കൊരു ശത്രുതയും ഇല്ല, എന്നെ അടുത്തും ജയിപ്പിക്കേണ്ടത് നിങ്ങളാണ്, നിങ്ങളുടെ നാവുകളിലാണ് എൻ്റെ ഓരോ വികസനവും അല്ലെങ്കിൽ ഞങ്ങളുടെ സർക്കാരിന്റെ ഓരോ വോട്ടും ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാവ് പൊന്നായിരിക്കട്ടെ, എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അതുകൊണ്ട് മാധ്യമങ്ങളോട് വളരെ കൂളായി കടക്ക് പുറത്തെന്ന് പറഞ്ഞില്ല, ധാർഷ്ട്യമില്ല, അഹങ്കാരമില്ല, ചിരിച്ചു കൂളായിരിക്കുന്ന ഒരു പിണറായി വിജയനെ ഇന്നലെ കാണാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. ചിലപ്പോഴേ ഉള്ളൂ, ഇടയ്ക്കേ ഉള്ളൂ. അതായത് ഒരു വർഷം 5 വർഷം തിരഞ്ഞെടുത്താൽ അവസാനത്തെ ഒരു 6 മാസം അല്ലെങ്കിൽ 2 മാസം മാത്രമേ പിണറായി വിജയനെ ഇങ്ങനെ കാണാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യം. അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും വിചിത്രമായി തോന്നിയ ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടൻ ലൈംഗിക വൈകൃതക്കാരനാണ്, അദ്ദേഹത്തെ പിടിക്കും, ആരാണോ സംരക്ഷണം നൽകുന്നത് അവരെ സംരക്ഷണം അവസാനിപ്പിക്കണം, അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, ഒക്കെ ശരിയാണ്, അയാൾ ലൈംഗിക വൈകൃതക്കാരനാണ്, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, ഇതൊക്കെ നമ്മളും പറയുന്ന കാര്യമാണ്. മുഖ്യമന്ത്രിക്കൊപ്പം അല്ലെങ്കിൽ അതിജീവിതകൾക്കൊപ്പം തന്നെയാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലും ഇതുപോലൊരു വൈകൃതമുള്ള സ്ത്രീകളെ ശാരീരികമായും മാനസികമായും പണത്തിന് വേണ്ടിയും എന്താ പറയുക, അവരുടെ അഭിമാനം തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വൈകൃതക്കാരൻ വീട്ടിലില്ലേ? അയാൾക്കെതിരെ എന്ത് നടപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത്? പാകിസ്ഥാനിലെ സുപ്രീം കോടതിയുടെ അധികാരം കൂടി അവിടെ ഫീൽഡ് മാർഷലായിരുന്ന ഇന്നലെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന പുതിയ പദവിയിലേക്ക് അവരോധിതനായിട്ടുള്ള അസിം മുനീർ കൈയടക്കി. അദ്ദേഹത്തെ ശിക്ഷിക്കാൻ ഒരു കോടതിക്കും അധികാരമില്ല. പക്ഷെ കോടതികളെ, അവിടുത്തെ ജഡ്ജിമാരെ എന്ത് ശിക്ഷയ്ക്ക് വിധേയനാക്കാനുമുള്ള അധികാരം അദ്ദേഹത്തിന് ലഭിച്ചു. വിചിത്രമായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അവിടെ അങ്ങനെയൊക്കെ സംഭവിക്കും. കേരളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നമ്മളാരും അറിഞ്ഞിട്ടില്ല. സുപ്രീം ജഡ്ജിയുടെ അല്ലെങ്കിൽ കോടതിയുടെ, അവിടുത്തെ പ്രാഡ്വി വാഹൻ എന്ന് പറയുന്ന ജഡ്ജിയുടെ അധികാരം പിണറായി വിജയന് ആരെങ്കിലും തീരെഴുതി കൊടുത്തിട്ടുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ രതിവൈകൃതം ഉള്ളയാളാണ് എന്ന് മുഖ്യമന്ത്രി എങ്ങനെ വിധിച്ചു? ഇറ്റ്സ് എ ജഡ്ജ്മെൻറ്റ്. ഇത് കോടതി നടത്തേണ്ട കാര്യമാണ്. മുഖ്യമന്ത്രിക്ക് നമ്മുടെ ഭരണഘടന ആ അധികാരം നൽകുന്നുണ്ടോ? ഞാൻ വായിച്ച ഭരണഘടനയിൽ അങ്ങനൊരു അവകാശം മുഖ്യമന്ത്രിക്കില്ല. ഈ കാര്യത്തിൽ വാദിഭാഗത്തിൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും വാദങ്ങൾ വക്കീലിൻ്റെയോ അല്ലാതെയോ സഹായത്തോടു കൂടി കേട്ടിട്ട് അതിലാണ് കോടതി തീർപ്പ് കൽപ്പിക്കുന്നത്. 2 ഭാഗങ്ങളും ശരിയായിട്ട് പഠിച്ചിട്ട് 1000 നിരപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് ഇന്ത്യയുടെ BNS എന്ന് പറയുന്ന ഭാരതീയ ന്യായശാസനയുടെ അതിൻ്റെ സ്പിരിറ്റ്. സംശയമൊന്നുമില്ലാത്ത കാര്യം. എന്നിരിക്കെ ഒരാളെ കുറ്റവാളിയായിട്ട് അങ്ങ് തീർപ്പ് കൽപ്പിക്കാൻ, അതും പബ്ലിക് ഡൊമൈനിൽ പത്രക്കാരോട് നേരിട്ട് ലൈവായിട്ട് ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ആരാണ് അധികാരം നൽകിയത്? ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചോദ്യത്തിന് വിധേയമായിരിക്കുന്നു. അത് പോട്ടെ, അതിലേക്ക് പിന്നെ പോകാം നമുക്ക്. പക്ഷേ ഇത് പറയാൻ, വിധിക്കാൻ ഇദ്ദേഹം ആരാണ്? അവരുടെ പത്മകുമാറിനെ പോലെ, അവരുടെ N വാസുവിനെ പോലെ, അവരുടെ M മുകേഷിനെ പോലെ കേവലം ഒരു കുറ്റ ആരോപിതൻ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തെ കുറിച്ച് പെൺകുട്ടികൾ പോലും പറഞ്ഞിട്ടില്ല അദ്ദേഹം രതിവൈകൃതത്തിൻ്റെ ആളാണെന്ന്. അദ്ദേഹം ഒരു ലൈംഗിക വേട്ടക്കാരൻ എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അത് എപ്പോഴാണ് കൂട്ടത്തോടെ ഈ വാക്കുകളുടെ ഒരു വിക്ഷേപണം ഉണ്ടായിട്ടുള്ളത്? തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന സന്ദർഭത്തിൽ. വാസ്തവത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന സന്ദർഭത്തിൽ ഈ പെൺകുട്ടികളെ ഒരു ചട്ടുകങ്ങളായിട്ട് ഉപയോഗിക്കുകയാണോ എന്നുള്ള സംശയമാണ് ഗ്രേസി എന്ന് പറയുന്ന മഹതിയായിട്ടുള്ള എഴുത്തുകാരി ഇന്ന് പറഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? ചട്ടുകങ്ങളായി സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ തുടരാനായിരിക്കുന്ന രാഷ്ട്രീയ വൃന്ദം ആണ് രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ നമുക്ക് നാണക്കേടായിട്ടുള്ളത്.
രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രഥമ അംഗത്വത്തിൽ നിന്ന് പോലും അവരുടെ പാർട്ടി പുറത്താക്കി കഴിഞ്ഞു. മുഖ്യമന്ത്രി ആരും പുറത്താക്കിയിട്ടില്ല. മുഖ്യമന്ത്രി ഇരുന്ന് വിധി കൽപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ആരാണ് ആ അവകാശം കൊടുത്തത്? CPM കൊടുത്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ കൊടുത്തിട്ടില്ല, നമ്മുടെ ഭരണഘടന കൊടുത്തിട്ടില്ല, ഈ നാടിൻ്റെ ജനാധിപത്യം കൊടുത്തിട്ടില്ല. അല്ല സാർ, അതിജീവിതകൾക്കൊപ്പമാണ്, അവൾക്കൊപ്പമാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അത് നിൽക്കണം, അതിന്റെ ആവശ്യകതയുണ്ട്. യഥാർത്ഥത്തിലുള്ള അതിജീവിതമാർക്ക് ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു അതിജീവിതയാണ് മുഹമ്മദ് റിയാസിന്റെ, അദ്ദേഹത്തിന്റെ മരുമകൻ മുഹമ്മദ് റിയാസിന്റെ ആദ്യ ഭാര്യ. അവരുടെ പേര് നമ്മൾ പറയുന്നില്ല, അവരുടെ ആദ്യ ഭാര്യ. അവർ ഒരുപാട് ഡോക്ടറാണ്, അവര് വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണ്. ഒരുപാട് ശാരീരിക പീഡനങ്ങൾ, ബോഡി ഷെയ്മിങ് അടക്കം അനുഭവിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർ 70 പവനോളം അവരിൽ നിന്ന് വാങ്ങിയിട്ട് വീണ്ടും സാമ്പത്തികമായ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ഉപദ്രവിക്കുന്നു. അവർ തന്നെ പറയുന്നതാണ്, ഇത് അവർ നൽകിയ ഹർജിയിൽ പറയുന്നതാണ്. പിന്നെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും തന്നെ ജോലിക്ക് വിടുന്നില്ല, വിനോദങ്ങൾക്ക് അതായത് പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ ഒരു അടച്ചിട്ട രീതിയിലുള്ള ഒരു വല്ലാത്ത സുഹൃത്തുക്കളോട് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ആൺ സുഹൃത്തായാലും പെൺ സുഹൃത്തായാലും അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ സ്വകാര്യ ആവശ്യങ്ങളുടെ മേൽ പോലും ഒരു കഴുകനെ പോലെ നിലകൊണ്ട് ഒരു ഭർത്താവാണ് തനിക്കുള്ളതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്, സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം അവർ പുറത്തു വിടുമ്പോൾ അതും ഒരു അതിജീവിതയല്ലേ സർ? അങ്ങനെയാണെങ്കിൽ ആ അതിജീവിതയ്ക്കും നീതി കിട്ടണ്ടേ? മുകേഷിന്റെ ആദ്യ ഭാര്യ സരിത പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും പിന്നെ നമ്മുടെ ചാനലുകളിൽ ഇപ്പോഴും നമുക്ക് എടുത്തു നോക്കിയാൽ കാണാം. അങ്ങനെയാണെങ്കിൽ സരിതയും അതിജീവിതയല്ലേ? സരിത ഒരുപടി കൂടി കടന്ന് അടുക്കളയിലിട്ട് പുറത്ത് തൊഴിച്ചവരെ തറയിൽ അടുക്കളയുടെ നിലത്ത് ചവിട്ടിയിട്ടു എന്നാണ്, തൊഴിച്ചിട്ടു എന്നാണ് പറയുന്നത്. അവിടെ ഇട്ട് ചവിട്ടിയെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗണേഷ് കുമാറിന് അധികാരത്തിലിരിക്കാൻ യോഗ്യതയില്ലല്ലോ സാർ. യാമിനി തങ്കച്ചി, ഗണേഷ് കുമാറിന്റെ ആദ്യ ഭാര്യ യാമിനി തങ്കച്ചി, അവരും പറഞ്ഞ തുറന്നു പറച്ചിലുകൾ ഇപ്പോഴും ചാനലുകളിലുണ്ട്. അതും അതിജീവിതയല്ലേ സാർ? സരിതാ നായരുമായിട്ട് ആ ബന്ധം കുടുംബ ബന്ധങ്ങൾ വഷളാതിരിക്കാൻ വേണ്ടി ചർച്ച നടത്താൻ വേണ്ടിയാണ് ഉമ്മൻചാണ്ടി സരിതാ നായരെ കണ്ടത്. അതിൻ്റെ പേരിലാണ് 14 മണിക്കൂർ മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടി ചോദ്യം ചെയ്യപ്പെട്ടത്. ഇനിയും ഞാനൊരു കാര്യം കൂടി പറയാം. അവിടെ വനം വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ, ഇപ്പോഴും മന്ത്രിയായി വിലസുന്ന മന്ത്രി ഉണ്ടല്ലോ, AK ശശീന്ദ്രൻ. അദ്ദേഹം ഒരു പെൺകുട്ടിയോട്, തൻ്റെ മകളാവാൻ പോലും പ്രായമില്ലാത്ത ആ പെൺകുട്ടിയോട് പറഞ്ഞ ഡയലോഗുകൾ കേരളം കേട്ട് ഞെട്ടിയതാണ്. AK ശശീന്ദ്രൻ ഇന്നുവരെ നിഷേധിച്ചിട്ടില്ല അത് തൻ്റെ ശബ്ദമല്ലെന്ന്, പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ് ഇത് അസ്വാഭാവികമാണെന്ന് മാത്രമാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് അസ്വാഭാവികം എന്നുള്ള വാക്ക് മാത്രമാണ് ഉപയോഗിച്ചത്. കേരളത്തിന് ഓർമ്മയുണ്ട്, നിങ്ങളെ മെയ് വഴക്കങ്ങളിലൂടെ അസാമാന്യമായ തന്ത്രങ്ങളിലൂടെ ശശിമാരെ രക്ഷിക്കുന്നുണ്ട്, പി ശശിയെ രക്ഷിക്കുന്നുണ്ട്, PK ശശിയെ രക്ഷിക്കുന്നുണ്ട്, മുകേഷിനെ രക്ഷിക്കുന്നുണ്ട്, അങ്ങനെ പലരെയും നിങ്ങളുടെ പാർട്ടി രക്ഷിക്കുന്നുണ്ട്. കൊലയാളികളെ വരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, നിങ്ങളുടെ MLA മാരും MP മാരും ഒക്കെ. അപ്പോൾ അതൊന്നും കുറ്റമല്ല, ഇതാണ് കുറ്റം. തെളിയിക്കപ്പെടാത്ത ഒരു കാര്യത്തിൽ സ്വയം പറയുകയാണ് ലൈംഗിക വൈകൃതമുള്ളവൻ. അദ്ദേഹം കല്യാണം കഴിക്കാത്ത ഒരു ബാച്ചലറായിട്ടുള്ള യുവാവാണ്. നിങ്ങൾക്ക് എന്താണ് ഇത് പറയാൻ അധികാരം? മുഖ്യമന്ത്രിക്കാണോ അധികാരം? മുഖ്യമന്ത്രി മക്കളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പോലീസിനെ വിട്ട് അയാളെ പിടിക്കുക. അതിൽ നിങ്ങൾ പരാജയപ്പെട്ടു, എന്നിട്ട് നിങ്ങൾ വിധി കൽപ്പിക്കുക. ഇത് പോലീസ് ആദ്യം പിടിച്ച ശേഷം വിചാരണ ചെയ്ത് വരേണ്ടതാണ് വിധി. അപ്പൊ മുൻവിധി അങ്ങ് നടത്തുക. കോടതി വിധിക്കട്ടെ, രാഹുൽ മാങ്കൂട്ട കുറ്റക്കാരനാണോ വിധിക്കട്ടെ, കോടതി വിധിക്കട്ടെ, കോടതി പറയട്ടെ. കോടതി പറയുമ്പോഴാണ് അയാൾ കുറ്റക്കാരനാവുന്നത്. ഇപ്പോൾ കുറ്റാരോപിതൻ മാത്രമാണ്. ഗോവിന്ദൻ മാഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അയാൾ കുറ്റാരോപിതൻ മാത്രമാണ്. പക്ഷേ വിധി പറഞ്ഞ് കുറ്റക്കാരനെന്ന് പറഞ്ഞിട്ട് ശിക്ഷിക്കാൻ കൊണ്ടുപോകുന്ന ആളുകൾക്ക് മുമ്പിൽ കോടതിയെ ധിക്കരിച്ചുകൊണ്ട്, നമ്മുടെ ജനാധിപത്യത്തെ, നമ്മുടെ ശിക്ഷാ നിയമത്തെ ധിക്കരിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന MP മാരും മുൻ മന്ത്രിമാരും ഒക്കെ ഉള്ളത് CPM-ലാണ്, CPM-ൽ മാത്രമാണ്.